ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവാതിര വ്രതം ആരംഭിക്കുന്ന ദിനമാണ്. ഒരു കാലത്ത് കേരളക്കരയാകെ തിരുവാതിര പാട്ടുകളും തിരുവാതിര കളികളും കൊണ്ട് സജീവമാക്കിയ രാത്രി. ഇന്ന് വീടുകളിൽ ഇത്തരം ആഘോഷങ്ങൾ കാണാനില്ല. എങ്കിലും എല്ലാ ശിവക്ഷേത്രങ്ങളിലും ആഘോഷങ്ങൾ നടക്കാറുണ്ട്. ഭക്തിയും ശൃംഗാരവും കൂടിക്കലർന്ന ഗാനങ്ങളാണ് തിരുവാതിര പാട്ടുകൾ. പുരാണേതിഹാസങ്ങളിലെ സംഭവങ്ങളാകും ഇതിലെ ഇതിവൃത്തങ്ങൾ. എങ്കിലും ഇതിൻ്റെ ആരംഭത്തിൽ ഗണപതി സ്തുതിയും സരസ്വതി സ്തുതിയും ഇഷ്ടദേവതാ സ്തുതിയും എല്ലാം ഉണ്ടാകും. ഒരു സ്തുതി ഗീതവുമായി എത്തുകയാണ് ഇന്നത്തെ സന്ധ്യാനാമം. श्रीचक्रराज सिंहासनेश्वरी श्रीललिताम्बिकये भुवनेश्वरी. श्रीचक्रराज सिंहासनेश्वरी श्रीललिताम्बिकये भुवनेश्वरी. आगमवेद कलामय रूपिणी आगमवेद कलामय रूपिणी. अखिल चराचर जननी नारायणी अखिल चराचर जननी नारायणी. नागकङ्कण नटराज मनोहरी ज्ञानविद्येश्वरी राजराजेश्वरी. श्रीचक्रराज सिंहासनेश्वरी श्रीललिताम्बिकये. പലവിധമായുന്നൈ പാടവും മാടവും പാടിക്കൊണ്ടാടുമൻപർ പദമലർ ചൂടവും. പലവിധമായുന്നൈ പാടവും മാടവും പാടിക്കൊണ്ടാടുമൻപർ പദമലർ ചൂടവും. ഉലകം മുഴുതും മുന്നേ തടമുறை காணவும் உலகம் முழுதும் முன்னே தடமுறை காணவும். ஒரு நிலை தருவாய் காஞ்சி காமேஸ்வரி ஒரு நிலை தருவாய் காஞ்சி காமேஸ்வரி. श्रीचक्रराज सिंहासनेश्वरी श्रीललिताम्बिकये. உழன்று திரிந்த என்னை உழன்று திரிந்த என்னை உத்தமனாக்கி வைத்தாய். உழன்று திரிந்த என்னை உத்தமனாக்கி வைத்தாய். உயரிய பெரியோருடன் ஒன்றித கூட்டி வைத்தாய். உழன்று திரிந்த என்னை உத்தமனாக்கி வைத்தாய். உயரிய பெரியோருடன் ஒன்றிட கூட்டி வைத்தாய். நிழலன தொடர்ந்த என் முன் கொடுமையை நீக்கம் செய்தாய். நிழலன தொடர்ந்த என் முன் கொடுமையை நீக்கம் செய்தாய். நித்ய கல்யாணி भवानी पद्मेश्वरी नित्य कल्याणी भवानी
पद्मेश्वरी श्रीचक्रराज सिंहासनेश्वरी श्रीललिताम्बिकये துன்பப்புடத்திலிட்டு தூயவனாக்கி வைத்தாய் துன்பப்புடத்திலிட்டு தூயவனாக்கி வைத்தாய் தொடர்ந்த முன்மாயம் நீக்கி பிறந்த பயனை தந்தாய் தொடர்ந்த முன்மாயம் நீக்கி பிறந்த பயனை தந்தாய் அன்பை புகழ்த்தியுந்தன் ஆடலை காண செய்தாய் அன்பை புகழ்த்தியுந்தன் ஆடலை காண செய்தாய் அடைக்கலம் நீயே அம்மா அகிலாண்டேஸ்வரி அடைக்கலம் நீயே அம்மா அடைக்கலம் நீயே அம்மா அகிலாண்டேஸ்வரி அடைக்கலம் நீயே அம்மா அகிலாண்டேஸ்வரி श्रीचक्रराज सिंहासनेश्वरी श्रीललिताम्बिकये भुवनेश्वरी आगमवेदकलामयरूपिणी अखिलचराचर जननी नारायणी नागकङ्कण नटराजमनोहरी ज्ञानविद्येश्वरी राजराजेश्वरी श्रीचक्रराज सिंहासनेश्वरी श्रीललिताम्बिकये ശബരിമല സന്നിധാനത്തിൽ മാളികപ്പുറത്തമ്മയുടെ ക്ഷേത്രത്തിനു പിന്നിലായി മണിമണ്ഡപം എന്നൊരു കൊച്ചു മണ്ഡപമുണ്ട്. ഇവിടെയാണ് ഉത്സവകാലത്ത് കളമെഴുത്തു നടക്കുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള വിശ്വാസങ്ങളെന്നും എന്തൊക്കെ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നതെന്നും വിശദീകരിക്കുകയാണ് ഇന്നത്തെ കഥയമാമയിലൂടെ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. സ്വാമി ശരണമയ്യപ്പ. ശബരിമല തീർത്ഥാടനത്തിന് ചെല്ലുന്ന ഓരോ അയ്യപ്പ ഭക്തരും ഏറെ ഭക്തിയോടുകൂടി കാണേണ്ട മറ്റൊരിടം കൂടി ശബരിമലയിലുണ്ട്. അത് മണിമണ്ഡപമാണ് എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ മണിമണ്ഡപത്തിൽ നടക്കുന്ന വളരെയധികം വിശേഷപ്പെട്ട ഒരു ചടങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. മണിമണ്ഡപത്തിലെ കളമെഴുത്തുപാട്ട്. എപ്പോഴാണ് ഇത് നടക്കുന്നത്, എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളതൊക്കെ ലഘുവായി ഈ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യം എന്താണ് മണിമണ്ഡപം എന്ന് വീണ്ടും ഒന്ന് പെട്ടെന്ന് നമുക്ക് പരിശോധിക്കാം. മണിമണ്ഡപം അയ്യപ്പൻ്റെ ജീവസമാധിയാണ്. ശ്രീകോവിലിരിക്കുന്ന ശ്രീധർമ്മശാസ്താവിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ഉപാസകനായിട്ടുള്ള ഭഗവാന്റെ അവതാരം ലയിച്ചു ചേർന്നത് മണിമണ്ഡപത്തിലിരുന്നു കൊണ്ട് ധ്യാനിച്ച് തൻ്റെ ശരീരത്തെ ജീവസമാധിയിൽ ആഴ്ത്തിക്കൊണ്ടാണ്. ആ സമാധ്യാവസ്ഥയിലുള്ള ഭഗവാന്റെ ചൈതന്യം ഇപ്പോഴും മണിമണ്ഡപത്തിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും മണിമണ്ഡപത്തിൽ ഭസ്മം വിതറുന്ന ഒരു ആചാരം നമുക്ക് കാണാൻ സാധിക്കും. അത് ആ സമാധിയോടുള്ള ഒരു ആദരവായിട്ടാണ് കണക്കാക്കുന്നത്. അത് ജീവസമാധിയാണ്. ആ ഭഗവാന്റെ ജീവസമാധിക്ക് പുറമേ മണിമണ്ഡപത്തിൽ ഒരു ശ്രീചക്ര പ്രതിഷ്ഠയുമുണ്ട് എന്നുള്ള വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. ഈ മണിമണ്ഡപത്തിലാണ് അയ്യപ്പൻ്റെ ചൈതന്യം ഏറ്റവും അധികം പ്രകടമായിട്ടുള്ളത്, ശ്രീകോവിലുള്ളതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന കളമെഴുത്ത് പാട്ടിനും അത്യധികം പ്രാധാന്യമുണ്ട്. മണിമണ്ഡപത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായിട്ടുള്ള കളമെഴുത്തും പാട്ടും നടക്കുന്നത് മകരസംക്രമ പൂജാ സമയത്താണ്. അന്ന് തൊട്ട് 8 ദിവസമാണ് അവിടെ യഥാർത്ഥത്തിൽ ആരാധനയുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ആരാധനയില്ല. അതിൻ്റെ തലേ ദിവസം, സംക്രമ പൂജയുടെ തലേ ദിവസം ഭഗവാനെ കേശാദിപാദം പാടി ഭഗവാനെ ജീവസമാധിയിൽ നിന്ന് ഉണർത്തുന്ന ഒരു ചടങ്ങുണ്ട്. ആ ഭഗവാനെ വീണ്ടും
ആ കളത്തിലേക്ക് ആവാഹിക്കാനായിട്ട് ഭഗവാന്റെ ആ ചൈതന്യത്തെ അവിടെ ഉണർത്തുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മണിമണ്ഡപത്തിൽ നടക്കുന്ന ആരാധന എന്ന് പറയുന്നത് അവിടെ കർമ്മങ്ങൾ ചെയ്യാൻ അവകാശപ്പെട്ടിട്ടുള്ളത് റാന്നി കുന്നേക്കാട്ട് കുറുപ്പന്മാരുടെ കുടുംബമാണ്. ആ കുടുംബത്തിൽപ്പെട്ട അവകാശികളാണ് മണിമണ്ഡപം തുറക്കുന്നതും അവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കളമെഴുത്ത് പാട്ട് എന്ന് ഞാൻ പറഞ്ഞു. മകരസംക്രമ പൂജ തൊട്ടിട്ട് 5 ദിവസം ഭഗവാന്റെ 5 രൂപത്തിലുള്ള കളമാണ് അവിടെ വരയ്ക്കുന്നത്. 1-ാം ദിവസം വരയ്ക്കുന്നത് ബാലകനായിട്ടുള്ള ശാസ്താവിനെയാണ്. 2-ാം ദിവസം വരയ്ക്കുന്നത് പുലിവാഹനനായിട്ടുള്ള ശാസ്താവിനെയാണ്. 3-ാം ദിവസം വരയ്ക്കുന്നത് വില്ലാളി വീരനായിട്ടുള്ള ശാസ്താവിനെയാണ്. 4-ാം ദിവസം വരയ്ക്കുന്നത് തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള ശാസ്താവിനെയാണ്. 5-ാം ദിവസം വരയ്ക്കുന്നത് യോഗ സമാധിസ്ഥനായിട്ടുള്ള ചിന്മുദ്രാങ്കിത ശാസ്താവിൻ്റെ രൂപമാണ്. ഇങ്ങനെ 5 രൂപത്തിലാണ് ഭഗവാന്റെ കളം മണിമണ്ഡപത്തിൽ വരയ്ക്കുന്നത്. ബാലകൻ, പുലിവാഹനൻ, വില്ലാളി വീരൻ, സർവാഭരണ വിഭൂഷിതൻ അല്ലെങ്കിൽ തിരുവാഭരണ വിഭൂഷിതൻ, യോഗ സമാധിസ്ഥൻ, ചിന്മുദ്രാങ്കിതൻ. ഇത് 5 രൂപങ്ങളാണ് അവിടെ കളം വരയ്ക്കുക. ആ കളത്തിൽ നിന്ന് ഭഗവാനെ എഴുന്നള്ളിക്കുന്ന ചടങ്ങും മണിമണ്ഡപത്തിൽ നടക്കുന്നുണ്ട്. അതിനു വേണ്ട ഭഗവാന്റെ തിരുമുഖം കൊടുത്തയക്കുന്നത് പന്തളത്ത് തിരുവാഭരണത്തിൻ്റെ കൂടെയാണ്. തിരുവാഭരണത്തിനോടൊപ്പം തന്നെ കളമെഴുതാനുള്ള പൊടികൾ കൂടി പന്തളത്തെ വലിയ തമ്പുരാട്ടി കൊടുത്തയക്കും. ആ 5 വർണ്ണ പൊടികൾ കൊണ്ടാണ് കളം എഴുതാറുള്ളത്. ആ കളമെഴുതി ഭഗവാനെ പാട്ടുപാടി ആരാധിച്ച് കളത്തിൽ നിന്ന് 18-ാം പടിയിലേക്കുള്ള എഴുന്നള്ളത്ത് എല്ലാ ദിവസവും ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നടക്കാറുമുണ്ട്. അപ്പം കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആ തിരുമുഖത്തിൻ്റെ ചിത്രം. ആ തിരുമുഖം നോക്കിയാൽ ഭഗവാന്റെ കണ്ണിൻ്റെ സ്ഥാനത്ത് 2 പച്ച മരതക കല്ലുകളാണ് വെച്ചിട്ടുള്ളത്. കൂടാതെ ആ അയ്യപ്പൻ്റെ മുഖത്തിന് നമുക്ക് താടി മീശകൾ കാണാൻ സാധിക്കും. ഒരു യോദ്ധാവിൻ്റെ ഭാവം എങ്ങനെയാണോ അതുപോലെയാണ് ഭഗവാന്റെ വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കുക. ജീവതയായിട്ടാണ് അത് എഴുന്നള്ളിക്കാറുള്ളത്. ആ സമയത്ത് മാളികപ്പുറത്തിന് മുന്നിലൂടെയാണ് കൊണ്ടുപോകാറുള്ളത്. മാളികപ്പുറത്തിന് മുൻപ് അല്ലെങ്കിൽ സമീപത്ത് എത്തുന്ന സമയത്ത് ആ ഭഗവാൻ അമ്മയെ നമസ്കരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് മണിമണ്ഡപത്തിൽ നടക്കുന്ന കളമെഴുത്തും പാട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വിളക്കെഴുന്നള്ളിപ്പും ഒരു തരത്തിൽ മകരവിളക്കാണ് എന്നും പറയാം. മകരസംക്രമ പൂജയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഭഗവാന്റെ വിളക്കെഴുന്നള്ളിപ്പുണ്ട്, അതും ഒരു മകരവിളക്കാണ്. പൊന്നമ്പല വീട്ടിൽ തെളിയുന്നതും മകരവിളക്കാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ ജീവസമാധി സ്ഥലമായിട്ടുള്ള മണിമണ്ഡപത്തിൽ ഈ ആരാധന നടക്കുന്ന സമയത്ത് അവിടെ പോകാൻ സാധിക്കുന്ന ആളുകൾക്ക് ഭഗവാന്റെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും ഉണ്ടാവും. ശ്രീകോവിലിന് തുല്യമായിട്ടുള്ള സ്ഥലം തന്നെയാണ് മണിമണ്ഡപം. അവിടെ നടക്കുന്ന ആരാധന ഈ ചുരുങ്ങിയ ദിവസങ്ങളിലേ ഉള്ളൂ എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ എപ്പോഴും ആ ഭാഗ്യം നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. എപ്പോഴും പോയി നമ്മൾ ഈ ഭസ്മിട്ട് വരുന്ന ആ ഭാഗം എന്ന് പറയുന്നത് ഭഗവാന്റെ ജീവസമാധിയായിട്ടുള്ള സ്ഥലമാണ്. അത്രയധികം പ്രാധാന്യം അതിനുണ്ട്. അവിടെ നടക്കുന്ന ആരാധനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് മഹാഭാഗ്യമുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനോടനുബന്ധിച്ചാണ് മകരവിളക്കിനോടനുബന്ധിച്ച് നടക്കുന്ന മാളികപ്പുറത്തെ ഗുരുതിയൊക്കെ നടക്കുന്നത്. അതൊക്കെ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അങ്ങനെ ഈ കളമെഴുത്ത് പാട്ടിലൂടെ സംപ്രീതനായിട്ടുള്ള ഭഗവാൻ വീണ്ടും ജീവസമാധ്യാവസ്ഥയിലേക്ക് തിരിച്ചുപോയി, തൻ്റെ ധ്യാനത്തിലേക്ക് തിരിച്ചുപോയി അടുത്ത മകരസംക്രമ പൂജ വരെ ആ അവസ്ഥയിൽ അവിടെ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. അപ്പം അതുകൊണ്ട് തന്നെ ഈ കളമെഴുത്ത് പാട്ടിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊരിക്കലും പാഴാക്കാതെ ഭഗവാനെ പോയി തൊഴാനുള്ള ഒരു അവസരം സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇനി പോകാൻ സാധിക്കാതെ വരുന്ന ആളുകൾക്ക് മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ ഈ 5 രൂപങ്ങളും ഓരോ ദിവസവും ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ വാങ്ങാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാമിയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. സ്വാമി ശരണം. ദേവാരാധന പോലെ തന്നെ വീരാരാധനയിലും പഴയ തലമുറ ശ്രദ്ധിച്ചിരുന്നു. കൊല്ലം ജില്ലയിൽ മലനട എന്ന സ്ഥലത്ത് ദുര്യോധന ക്ഷേത്രമുണ്ട്. മലബാറിൽ തെയ്യം നടത്തുമ്പോൾ അതിൽ ധാരാളം വീരന്മാരെ കെട്ടിയാടാറുണ്ട്. ചില പ്രദേശങ്ങളിൽ ആ പ്രദേശത്തിൻ്റേത് മാത്രമായ ദേവന്മാരുണ്ടായത് ഇങ്ങനെയാണ്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം.
അതിപുരാതന കാലം മുതൽ കാർഷിക ദേവതയായി സങ്കല്പിച്ചാണ് ഭാരതത്തിലെ ജനങ്ങൾ കാളി പൂജ തുടങ്ങിയത് എന്ന് പറയപ്പെടുന്നു. കാളി പൂജയോടെ മണ്ണിലെറിയുന്ന വിത്തുകൾ പാകമായി വിളവിൻ്റെ ആദ്യ ഫലം ദേവിക്ക് സമർപ്പിച്ച് കൊയ്ത്തുത്സവങ്ങൾ ആരംഭിക്കുമ്പോൾ ദേവിയുടെ തിരുമുമ്പിലും ഉത്സവങ്ങൾ ആരംഭിക്കുകയായി. ഇങ്ങനെ കാളി പൂജയുടെ വിവിധ സംസ്കാരങ്ങൾ ആദ്യകാലം മുതലേ ഭാരതത്തിൻ്റെ പല പ്രദേശങ്ങളിലും നിലനിന്നിരുന്നു. സ്ത്രീ എന്നും ശക്തിയുടെ പ്രതീകമായതുകൊണ്ട് ആദ്യകാലം മുതലേ സ്ത്രീയെ ദേവതയായി ആരാധിച്ചു പോകുന്നു. കാർഷിക ദേവത, ഐശ്വര്യദേവത, വിദ്യാദേവത, ശക്തിദേവത, അങ്ങനെ ദേവി വിവിധ ഭാവങ്ങളിൽ ശക്തി സ്വരൂപിണിയായി സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. മഹിഷാസുരമർദ്ദിനിയായിട്ടാണ് ഭാരതത്തിൽ പലയിടത്തും കാളിയെ സങ്കല്പിച്ചു വരുന്നത്. പക്ഷേ കേരളത്തിൽ ദാരിക നിഗ്രഹത്തിനായി ശിവചൈതന്യത്തിൽ നിന്ന് അവതരിച്ച ഉഗ്രരൂപിണിയാണ് കാളി ദേവി. ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ആരംഭം മുതൽ തുടർന്നു വരുന്ന കാളി പൂജകൾ മിക്കപ്പോഴും അതിപുരാതനമായ ആചാരാനുഷ്ഠാനങ്ങൾ തന്നെ പിന്തുടരുന്നു എന്നതാണ് സത്യം. ഇവിടെ ചിറയൻകീഴ് ശാർക്കര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലും നിലനിൽക്കുന്നത് നൂറ്റാണ്ടുകൾക്കപ്പുറത്തെ ആചാരാനുഷ്ഠാനങ്ങൾ തന്നെയാണ്. जगल्स्थिते जगन्मातर् महालक्ष्मी नमोस्तुते। कुञ्जमनोहर पादचलन्मणिनूपुरहंस विराजिते कञ्जभवादिसुरौकपरिष्टुतलोक विस्तृत्वरवैभवे मञ्जुलवाग्मय निर्जितकीरकले चलराजसुकन्यके आलय हे ललिता परमेश्वरि माम। തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനടുത്തായി വിശാലമായ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ശാർക്കര ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഈ ദേശത്തിൻ്റെ കലയുടെയും സംസ്കാരത്തിൻ്റെയും പ്രതീകം കൂടിയാണ്. കലയുടെ കേദാരഭൂമിയായ ചിറയൻകീഴിലെ മണ്ണിലെ മനുഷ്യരെ ജാതിമത ചിന്തകൾക്കപ്പുറം നിത്യവും വിശുദ്ധവുമായ ആത്മസ്വരൂപങ്ങളായ മനുഷ്യരാണ് തങ്ങളെന്ന് തിരിച്ചറിയിപ്പിച്ചത് തലമുറകളായി മാതൃകാപരമായ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്ന ശ്രീ ശാർക്കര ഭദ്രകാളി ക്ഷേത്രം തന്നെയാണ്. ഈ ഭൂമിയിലെ കാളി നാടകങ്ങൾ അരങ്ങേറുമ്പോൾ അണിയറയിൽ സർവ്വമതങ്ങളും ഒരുമിച്ച് കൈകോർത്ത് ദേവീ ചൈതന്യം അടുത്തെറിഞ്ഞ് ആത്മവിശുദ്ധി നേടുന്നു. തിരുവിതാംകൂറിൻ്റെ മണ്ണിലെ കാളിയൂട്ടുത്സവങ്ങളുടെ ചരിത്രപ്പെരുമയാൽ പ്രസിദ്ധമായ ശാർക്കര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ ചരിത്രകഥ വില്ലുമംഗലം സ്വാമിയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഒരിക്കൽ വില്ലുമംഗലം സ്വാമി വിഷ്ണു പ്രീതിക്കും ഭദ്രകാളി പ്രീതിക്കുമായി ഒരു യാഗം നടത്തി. വിഷ്ണുവിൻ്റെയും ഭദ്രകാളിയുടെയും സാന്നിധ്യമില്ലാത്തതിനാൽ യാഗം തടസ്സപ്പെട്ടു. ദേവിയെയും ദേവനെയും അന്വേഷിക്കാനായി വില്ലുമംഗലം യാത്ര തിരിച്ചു. യാത്രക്കിടയിൽ ഒരു കടമ്പ് വൃക്ഷത്തിനു മുകളിലായി വിഷ്ണു ഭഗവാനെ കാണുന്ന വില്ലുമംഗലം കുട്ടിയുടെ രൂപത്തിൽ താഴെ നിൽക്കുന്ന ഭദ്രകാളിയെയും കാണുന്നു. വില്ലുമംഗലത്തിന്റെ സാന്നിധ്യമറിഞ്ഞ ദേവി ഉടൻ തന്നെ അവിടെ നിന്ന് അപ്രത്യക്ഷയാവുകയും ചെയ്തു.
വില്ലുമംഗലം ദേവിയെ കണ്ടെത്തുവാനുള്ള യാത്ര തുടരവേ ഒടുവിൽ ശാർക്കര പരിസരമായ ചക്കയിർമത്ത് വെച്ച് ദേവിയെ വീണ്ടും കാണാനിടയായി. അവിടെ മണൽപ്പരപ്പിൽ പുലയക്കുട്ടികളോടൊപ്പം ദേവി ആർത്തുല്ലസിക്കുന്ന കാഴ്ചയാണ് വില്ലുമംഗലം കണ്ടത്. ആ കാലഘട്ടത്തിൽ ധാരാളം വ്യാപാരികൾ ആലങ്ങാട്ട് നിന്നും പരവൂരിൽ നിന്നും ആ വഴി സഞ്ചരിക്കുമായിരുന്നു. വ്യാപാരികൾ തലയിലേന്തിയ വലിയ ശർക്കര ഭരണികൾ ഇറക്കി വെച്ച് വിശ്രമിക്കുന്ന സമയമായിരുന്നു അപ്പോൾ. വില്ലുമംഗലത്തിനെ കണ്ട ദേവി വീണ്ടും അപ്രത്യക്ഷയായി. ഒടുവിൽ നിരനിരയായിരിക്കുന്ന വലിയ ശർക്കര ഭരണികളിൽ ഒന്നിൽ ദേവിയുടെ സാന്നിധ്യം മനസ്സിലായ വില്ലുമംഗലം അതൊരു പുണ്യസങ്കേതമാണെന്ന് കൽപ്പിക്കുന്നു. പിൽക്കാലത്ത് അവിടെ ക്ഷേത്രം പണിയുകയും വാൽക്കണ്ണാടി രൂപത്തിലുള്ള ശിലാവിഗ്രഹത്തിൽ ദേവീ ചൈതന്യം ശ്രീഭദ്രയായും ദുർഗാദേവിയായും ഭക്തജനങ്ങളിൽ അനുഗ്രഹം ചൊരിഞ്ഞു പോരുകയും ചെയ്യുന്നു. ഭരണിയിലൊളിച്ച ദേവിക്ക് ഭക്തജനങ്ങൾ ജന്മനാളായി സങ്കല്പിച്ച് ആഘോഷിക്കുന്നതും ഭരണി നാൾ തന്നെയാണ്. നാഗരിക സംസ്കാരങ്ങളിൽ നിന്നും മാറി ഗ്രാമീണ സംസ്കാരങ്ങളിലാണ് എന്നും കാളീദേവി നിറഞ്ഞു നിൽക്കുന്നതും കാളീ പൂജയുമായി ബന്ധപ്പെട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്നതും. കടും നിറങ്ങളിൽ കളമെഴുതിയും പാടിയും തെയ്യക്കോലങ്ങൾ കെട്ടി ആടിയും തോറ്റം പാട്ടുകളുടെ താളത്തിൽ കാളീചരിതങ്ങൾ പറഞ്ഞും അങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ദ്രാവിഡ സംസ്കൃതി നിറഞ്ഞു നിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളാണ് കാളീക്ഷേത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ശ്രീ ശാർക്കര ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രാചീന കാലം തൊട്ട് നിലനിൽക്കുന്ന ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളുണ്ടെങ്കിലും ഇവിടെ ദേവിയുടെ ഏറ്റവും വലിയ മഹോത്സവം കാളിയൂട്ട് മഹോത്സവം തന്നെയാണ്. ശാർക്കര കാളിയൂട്ടിൻ്റെ ചരിത്രം തുടങ്ങുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൽ നിന്നാണ്. ശാർക്കര കാളി ഭക്തനായിരുന്ന മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുവാനുള്ള പുറപ്പാടിലായിരുന്നു. കായംകുളം രാജാവിൻ്റെ സൈനിക ബലത്തിൽ അസ്വസ്ഥനായ മാർത്താണ്ഡവർമ്മ തനിക്ക് യുദ്ധത്തിൽ വിജയം കൈവരിക്കാൻ ശാർക്കര കാളിയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ദേവിക്ക് മുന്നിൽ കാളിയൂട്ട് ചടങ്ങുകൾ നേർച്ചയായി സമർപ്പിക്കാമെന്ന പ്രാർത്ഥനയിൽ പോകുന്ന മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവിനെ പരാജയപ്പെടുത്തുന്നു. അങ്ങനെ ദേവിയോടുള്ള ഭക്തിയാൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ക്ഷേത്രത്തിൽ കാളിയൂട്ട് എന്ന ചടങ്ങ് തുടങ്ങിവെച്ചത്. പിന്നീടുള്ള തലമുറകൾ അത് ഏറ്റെടുത്ത് ഇന്നും വ്രതം നോറ്റ് പ്രദേശത്തെ സർവ്വമതസ്ഥരും ഒരേ ആത്മതാളത്തിൽ 9 ദിവസത്തെ ആചാരാനുഷ്ഠാനങ്ങളോടെ കാളിയൂട്ട് മഹോത്സവം നടത്തിവരികയും ചെയ്യുന്നു. വാൽക്കണ്ണാടി രൂപത്തിലുള്ള ശാർക്കര ഭദ്രകാളി പ്രതിഷ്ഠയിലേക്ക് നോക്കുമ്പോൾ മായക്കണ്ണാടിയിലെന്ന പോലെ ദേവിയുടെ ഒരു പകുതി മുഖം ശാന്തരൂപിണിയായ ദുർഗയാണ്, മറുപകുതിയിൽ രൗദ്രഭാവമുള്ള കാളി. ദുർഗ വാത്സല്യാമൃതത്താൽ
ഭക്തമനസ്സുകളെ ധന്യമാക്കുമ്പോൾ കാളി 1000 കൈകൾ ചൂണ്ടി ഉള്ളിലെ അഹങ്കാരത്തെ ഭസ്മീകരിച്ച് നന്മയുടെ ലോകങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു. പൂജാനേരങ്ങളിൽ ചിലപ്പോഴൊക്കെ ദേവിയുടെ മുക്കുത്തിക്കല്ലിന് പച്ച നിറം, ചിലപ്പോൾ ചുവപ്പ് നിറം. ഇവിടെ ദേവി ദുർഗയും കാളിയുമായി മാറുന്നു. ദേവിയുടെ മുഖത്ത് മിന്നി മിന്നി മറയുന്ന മായാരൂപങ്ങൾ കേവലം മനുഷ്യജന്മങ്ങളായ നമുക്കൊക്കെ എങ്ങനെയാണ് നിർവചിക്കാൻ കഴിയുക? പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഏതോ ഒരു ആനന്ദം ഉള്ളിൽ നിറയുമ്പോൾ അമ്മേ ദേവി, ഞാൻ തിരിച്ചറിയുന്നു, ലോകത്തിലെ ഏറ്റവും സ്വസ്ഥമായ ഇടം നിന്റെ തിരുസന്നിധി തന്നെയാണെന്ന്. ഓരോ ജീവിതത്തിനും ഓരോ താളമുണ്ട്. ആ താളം പരസ്പരം ഇണങ്ങുമ്പോഴാണ് നല്ല ബന്ധങ്ങൾ രൂപപ്പെടുന്നത്. ഈ താളം ഏറെക്കുറെ നമുക്ക് തന്നെ ക്രമീകരിക്കാനാകും. അതുകൊണ്ട് നല്ല സൗഹൃദങ്ങൾ സൃഷ്ടിക്കാനും നിലനിർത്താനും നമുക്ക് കഴിയും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.